ഇന്ദ്രിയങ്ങൾക്ക് സാധാരണ ഇന്ദ്രിയങ്ങൾക്ക് പിടികിട്ടുന്നതിലും ഉപരിയായ ജ്ഞാനം അതീന്ദ്രിയ ജ്ഞാനം. ഹരേ കൃഷ്ണ. കീർത്തന. ഹരേ കൃഷ്ണ. നന്ദന ഹരേ കൃഷ്ണ. നന്നു ഹരേ കൃഷ്ണ. നന്നുവിനെ തള്ളണമല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സപദാന്തികം. അജ്ഞാനമാക്കുന്ന കടും തിമിരത്തോടു കൂടിയാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ആധ്യാത്മിക ഗുരുനാഥൻ വിജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് എൻ്റെ നേത്രങ്ങൾ തുറന്നു. ഞാൻ അദ്ദേഹത്തിന് എൻ്റെ സാദര നമസ്കാരങ്ങൾ സമർപ്പിക്കുന്നു. വന്ദേഹം ശ്രീ ഗുരു. കീർത്തനം. ഹരേ കൃഷ്ണ. കീർത്തന. വന്ദേഹം ശ്രീ ഗുരു ശ്രീയുതപദകമലം श्रीयुतपदकमलं श्रीगुरोन् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधा कान्ता नमोऽस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे मूकं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। हरे कृष्ण. ഹരേ കൃഷ്ണ. ഓം തത്സത്. നേരത്തെ പറഞ്ഞ മാതിരി ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിലെ ആദ്യത്തെ 15 ശ്ലോകങ്ങൾ ട്രാൻസഡന്റൽ നോളജിനെ പറ്റിയാണ്. ഇവിടെ നമ്മൾ 4-ാമത്തെ അധ്യായത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ മഹിമ, അധ്യായം വായിക്കുന്നതിൻ്റെ മഹിമ, അധ്യായം കേൾക്കുന്നതിൻ്റെ മഹിമ, അതിൻ്റെ ഫലശ്രുതി ഒക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മൾ ഒന്ന് 2, 3, 4 നമുക്ക് നോക്കാം. മാക്സിമം 2, 3 നമുക്ക് നോക്കാം. എന്താണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് നോക്കാൻ പറ്റും. സോറി. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തില് ഭഗവാൻ അർജുനനോട് പറയുന്നതാണ് തുടങ്ങുന്നത്. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനിക്ഷാകവേ അബ്രവീത്. അപ്പൊ അവിടെ ഞാൻ ആദ്യം വിവസ്വാന് പറഞ്ഞു കൊടുത്തു. അത് ഇടക്കാലത്ത് മുറിഞ്ഞു പോകുമ്പം വീണ്ടും ഞാൻ
നീ എൻ്റെ ഭക്തനും എന്നിൽ വിശ്വാസമുള്ളവനും അസൂയാരഹിതനും അതിലുപരി ക്ഷത്രിയനും ആയതുകൊണ്ട് നിനക്ക് ഞാൻ വീണ്ടും ഈ ശാസ്ത്രം ഉപദേശിച്ചു തരുന്നു എന്ന് പറയുമ്പം ഭഗവാൻ അർജുനനെ മാത്രമല്ല തെരഞ്ഞെടുത്തിരിക്കുന്നത്, ഓരോ കാലഘട്ടത്തിലും പലരെയും ഈ ശൃംഖല തുടർന്നു പോകാൻ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലെ മറ്റൊരു ശൃംഖലയാണ് നമ്മുടെ ഈ ഗുരു പരമ്പര. വീണ്ടും അടുത്തൊരു ശൃംഖലയുണ്ട്. അതിനി നമ്മൾ ഇന്ന് വായിക്കുമ്പം നമുക്ക് മനസ്സിലാവും. ശ്ലോകം 2 പോവുകയാണ്. ഏവം പരമ്പര പ്രാപ്തം ഇമം രാജർഷയോ വിദുഹു സകാലേ നേകമഹതാ യോഗോ നഷ്ട പരന്തപ. ഏവം പരമ്പര പ്രാപ്തം ഇമം രാജർഷയോ വിദുഹു സ കാലേ നേഹമഹതാ യോഗോ നഷ്ട പരന്തപ. ഏവം പരമ്പര പ്രാപ്തം एवं परंपरा प्राप्तम् ഇമം രാജർഷയോ വിദുഹു इमं राजर्षयो विदुः സകാലേ നേഹമഹതാ सकाले नेह महता യോഗോ നഷ്ട പരന്തപ. योगो नष्ट परन्तप. ഏവം പരമ്പര പ്രാപ്തം एवं परंपरा प्राप्तम् ഇമം രാജർഷയോ വിദുഹു इमं राजर्षयो विदुः സകാലേ നേഹമഹതാ सकाले नेह महता യോഗോ നഷ്ട പരന്തപ. योगो नष्ट परन्तप. ശബ്ദാർത്ഥം ശീലപ്രഭുപാദ കി ജയ്. പരന്തപ, ഹേ ശത്രുക്കളെ കീഴടക്കുന്നവനെ അർജുന, ഏവം ഇപ്രകാരം പരമ്പരാപ്രാപ്തം ഗുരുശിഷ്യ പരമ്പരയിലൂടെ കൈവന്നു. ഇമം ഈ ശാസ്ത്രത്തെ രാജർഷയ ഋഷി തുല്യരായ രാജാക്കന്മാർ മനസ്സിലാക്കി. സയോഗ ഭഗവാനുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ ശാസ്ത്രം മഹതാ കാലേന മഹത്തായ കാലം കൊണ്ട് കാലക്രമേണ ഈ ലോകത്തിൽ നഷ്ടമായി തീർന്നു. വിവർത്തനം ആവർത്തനത്തോടെ ശീല പ്രഭുപാദയ്ക്ക് ജി. അങ്ങനെ ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായ ശാസ്ത്രം രാജർഷികൾ ശരിയായി മനസ്സിലാക്കിയിരുന്നു. കാലക്രമേണ ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോവുകയും ഇത് നഷ്ടപ്രായമാവുകയും ചെയ്തു. ഏവം പരമ്പരാ പ്രാപ്തം एवं परंपरा प्राप्तम् ഇമം രാജർഷയോ വിദുഹു इमं राजर्षयो विदुः സകാലേ നേഹമഹതാ सकाले नेह महता യോഗോ നഷ്ട പരന്തപ. योगो नष्ट परन्तप. ശില്പമായി. हरे कृष्ण. एवं परंपरा प्राप्तम् इमं राजर्षयो विदुः सकाले नेह महता योगो नष्ट परन्तप. हरे कृष्ण. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു. एवं परंपरा प्राप्तम् इमं राजर्षयो विदुः सकाले नेह महता योगो नष्ट परन्तप. एवं परंपरा प्राप्तम् इमं राजर्षयो विदुः सकाले नेह महता योगो नष्ट परन्तप. एवं परंपरा प्राप्तम् इमं राजर्षयो विदुः सकाले नेह महता योगो नष्ट परन्तपः. നന്നു വായിച്ചോ? ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിപിൻ പ്രഭു. हरे कृष्ण. एवं परंपरा प्राप्तम् इमं राजर्षयो विदुः सकाले नेह महता योगो नष्ट परन्तप.
സുശിമ്രു. एवं परंपरा प्राप्तम् इमं राजर्षयो विदुः सकाले नेह महता योगो नष्ट परन्तप. ഹരേ കൃഷ്ണ. हरे कृष्ण. ആമി. हरे कृष्ण. परंपरा प्राप्तम् इमं राजर्षयो विदुः सकले नेह महता योगो नष्टा परन्तप. हरे कृष्ण. एवं परंपरा प्राप्तमिमं राजर्षयो विदुः सकाले नेह महता योगो नष्टा परन्तप. हरे कृष्ण. ഹരേ കൃഷ്ണ. സിമി, നമ്മള് ഹരേ കൃഷ്ണ സ്വാഗതം. നമ്മള് 4-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ ശ്ലോകത്തിലോട്ടാണ് കടന്നിരിക്കുന്നത്. ഹരേ കൃഷ്ണ. നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ വായിക്കാം. 1 2 3 4 സ്റ്റാർട്ട്. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേ നേഹ മഹതാ യോഗോ നഷ്ടാ പരന്തപ. അങ്ങനെ ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായ ശാസ്ത്രം രാജർഷികൾ ശരിയായി മനസ്സിലാക്കിയിരുന്നു. കാലക്രമേണ ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോവുകയും ഇത് നഷ്ടപ്രായമാവുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇതിന്റെ ഭാവാർത്ഥം സുശിമ്രു ഒന്ന് വായിക്കും. हरे कृष्ण. भावार्थ शिलाप्रभात പ്രജാഭരണ കൃത്യത്തിൽ ഉപയോഗിക്കണമെന്ന് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഋഷിതുല്യരായ രാജാക്കന്മാരാണ് ഗീതോപദേശത്തിന് പാത്രീഭവിച്ചത് എന്നിവിടെ വ്യക്തമാക്കുന്നു. തങ്ങൾക്ക് തോന്നിയതുപോലെ ഓരോ വ്യാഖ്യാനം നൽകുകയും ആർക്കും പ്രയോജനപ്പെടാത്ത വിധം അതിനെ മൂല്യച്യുതി വരുത്തുകയും ചെയ്യുന്ന അസുര സ്വഭാവികൾക്കായി ഉപദേശിക്കപ്പെട്ടതല്ല ഭഗവത്ഗീത. അവിവേകികളായ ഭാഷ്യകാരന്മാരുടെ നിഗമനങ്ങൾ മൗലികോദ്ദേശത്തെ തകർത്തു വിട്ടപ്പോൾ ശിഷ്യ പാരമ്പര്യത്തെ പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമായി തീർന്നു. 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ശിഷ്യ പരമ്പരയിൽ നേരിട്ട ഈ വിടവിനെ ഭഗവാൻ കണ്ടറിയുകയും ഗീതയുടെ ഉദ്ദേശം നഷ്ടപ്രായമായെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. ഇക്കാലത്തും വിശേഷിച്ച് ഇംഗ്ലീഷിൽ ഗീതയുടെ പകർപ്പുകൾ അനേകമുണ്ട്. പ്രായേണ അവ ആധികാരികമായ ശിഷ്യ പാരമ്പര്യം അനുസരിച്ചുള്ളതല്ല. ഭൗതികവാദികളായ ഒട്ടേറെ പണ്ഡിതന്മാർ ഭഗവത്ഗീതയ്ക്ക് വിവിധ വ്യാഖ്യാനങ്ങൾ ചമച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സർവോത്തമ വ്യക്തിത്വത്തെ അംഗീകരിച്ചു കൊടുക്കുന്നവ അക്കൂട്ടത്തിൽ നന്നേ ചുരുങ്ങും. എങ്കിലും കൃഷ്ണന്റെ വചനങ്ങളിൽ നിന്ന് അവരെല്ലാം മുതലെടുക്കുന്നുണ്ട് താനും. അസുര സ്വഭാവമാണ്. ദൈവികമായ സമ്പത്ത് അനുഭവിക്കുന്നുവെങ്കിലും അസുരന്മാർ ദൈവത്തിൽ വിശ്വസിക്കാറില്ലല്ലോ. പരമ്പരാഗതമായ വിധത്തിൽ ഭഗവത്ഗീതയുടെ ഒരു പതിപ്പ് അത്യന്തം ആവശ്യമായതിനാൽ ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഉദ്യമമാണിത്. ഭഗവത്ഗീത മനുഷ്യവർഗത്തിന് മഹത്തായ ഒരു വരദാനമാണെന്നത് സർവസമ്മതമത്രേ. പക്ഷെ അതിന്റെ തനിമയിൽ അംഗീകരിക്കണമെന്നും മാത്രം. തത്വജ്ഞാനപരങ്ങളായ ഊഹാപോഹങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഉപന്യാസം എന്ന നിലയിൽ അത് പഠിക്കുന്നത് കേവലം സമയം പാഴാക്കലാണ്. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവത്ഗീത അവിവേകികളായ ഭാഷ്യകാരന്മാരുടെ നിഗമനങ്ങൾ മൗലികോദ്ദേശത്തെ തകർത്തു. ഇവിടെ അസുരഭാവങ്ങൾക്കായി ഉപദേശിക്കപ്പെട്ടതല്ല. അതായത് ഒന്നുകൂടെ തെളിച്ചു പറയുകയാണെങ്കിൽ, ചിന്മയെ നിന്ന് പുറത്താക്കിയ BK ശിവുവിനെ പോലുള്ളവരിൽ നിന്ന് കേൾക്കാനുള്ളതല്ല, അവർക്ക് ഉപദേശിക്കപ്പെട്ടിട്ടുള്ളതല്ല ഭഗവത്ഗീത എന്ന് കൃത്യമായിട്ട് പ്രഭുപാദരിവിടെ കൃത്യമായിട്ട് പറയാം. അതായത് അവരൊക്കെ വീണ്ടും പറയുന്നു, ഇവിടെ പറഞ്ഞിരിക്കുന്നു, പരമ്പരാഗതമായ വിധത്തിൽ ഗീതയുടെ ഒരു പതിപ്പ് അത്യന്തം ആവശ്യമായതിനാൽ ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഉദ്യമമാണ് ശ്രീല പ്രഭുപാദര് ചെയ്തത്. അതായത് ചാനലുകാർക്ക് അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് ഭഗവത്ഗീത പ്രഭാഷണം ചെയ്യുമ്പോൾ ഇവരെ പോലുള്ളവർ അവർക്ക് സ്പോൺസേഴ്സിനെ കിട്ടി അതിൻ്റെ 10 ഇരട്ടി പൈസ തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ടി വരും. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭഗവത്ഗീതയെ ഭാഷ്യം ചമയ്ക്കാൻ പറ്റും. ഇതാണ് പ്രഭുപാദര് പറഞ്ഞത്. കൃഷ്ണൻ ആത്യന്തികമായിട്ടത് പറഞ്ഞു. ഈ ശ്ലോകം 2 ശ്ലോകത്തിലൂടെ പറയുന്നത്, ഈ അധ്യായത്തിൽ മെയിനായിട്ട് കൃത്യം പറയുന്നത്,
ശിഷ്യ പരമ്പരയെ കുറിച്ചിട്ടാണ്. ഡിസിപ്പിൾ സക്സഷൻ അല്ലേ പറയുന്നത്? അതെ, ഡിസേബിൾ സക്സഷൻ. അപ്പം ഡിസിപ്ലിക് സക്സഷൻ എന്ന് പറയുമ്പം ഒരു ഗുരുവിന്റെ ഡിസൈപ്പിൾ എന്ന് പറയുമ്പം ഡിസിപ്ലിൻ ആര് കീപ്പ് ചെയ്യുന്നു അവർക്ക് ഡിസൈപ്പിൾ ആകാൻ പറ്റത്തുള്ളൂ. അപ്പം ഡിസിപ്പിൾ എന്ന് പറയുമ്പം അച്ചടക്ക ബോധം എന്ന് മലയാളം പറയുമ്പം എന്താണ് ഗുരു പറഞ്ഞത് അല്ലെങ്കിൽ ഭഗവാൻ എന്താണ് പറഞ്ഞത് അത് സബ്മിസീവ് മൈൻഡിലൂടെ വളരെ എളിമയോടെ ഇരുന്ന് കേട്ടിട്ട് അത് പ്രായോഗികമാക്കുന്നതിനെയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് ഡിസിപ്ലിക് സക്സഷൻ എന്ന് പറയുന്നത്, ശിഷ്യ പരമ്പര എന്ന് പറയുന്നത്. അപ്പം ആ ശിഷ്യ പരമ്പര ഇല്ലാതെ വരുന്നവരിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല് പണ്ടരെ അമ്മ അവരുടെ മകളുടെ കല്യാണത്തിന് പൂച്ചയെ പിടിച്ച് കൊട്ടയ്ക്കിട്ട് അടച്ചതുപോലെ ആയിപ്പോകും. പിന്നെ വരുന്നവരെല്ലാം കല്യാണം കഴിക്കാൻ നേരത്ത് തൻ്റെ മക്കളുടെ കല്യാണത്തിൽ കഴിപ്പിക്കാൻ നേരത്ത് ഒരു പൂച്ചയെ പിടിച്ചുകൊണ്ട് വന്ന് വട്ടിക്കത്താക്കി വിട്ടു. കാര്യം എൻ്റെ അച്ഛനമ്മമാര് പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആചാരമാണ് എന്ന് പറയും. ഇതാണ് ശിഷ്യ പരമ്പരയിലൂടെ അല്ലാതെ വരുമ്പോൾ ഇരിക്കുന്നത്. ആ കഥ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നീട്ടുന്ന. ആ കഥ അറിയത്തില്ലെങ്കിൽ മാത്രം പറയാം. അപ്പം അടുത്ത ശ്ലോകം കൂടെ നമുക്ക് വായിക്കാം. സ ഏവായം മയാ തേ അദ്യയോഗ പ്രോക്ത പുരാതനഃ ഭക്തോ അസിമേ സഖ ചേതിരഹസ്യം ഹേതദുത്തമം. സ ഏവായം മയാ തേ ഏവായം മയാ സ ഏവായം മയാ തേ അദ്യ സ ഏവായം മയാ തേ അദ്യ യോഗ പ്രോക്ത പുരാതനഃ യോഗ പ്രോക്ത പുരാതനഃ ഭക്തോ അസിമേ സഖ ചേതി ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. രഹസ്യം ഹേതദുത്തമം. സ ഏവായം മയാ തേ അദ്യ സ ഏവായം മയാ തേ യോഗ പ്രോക്ത പുരാതനഃ യോഗ പ്രോക്ത പുരാതനഃ ഭക്തോ അസിമേ സഖ ചേതി ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. രഹസ്യം ഹേതദുത്തമം. ശബ്ദാർത്ഥം വൈഹി ശ്രീല പ്രഭുപാദ കീ ജയ്. ത്വം മേ ഭക്ത, നീ എന്റെ ഭക്തനും, സഖാ ച സഖാവും അസി ആകുന്നു. ഇത് അതുകൊണ്ട് തേ നിനക്കായി സ അഭയം സ അയം അങ്ങനെ ഈ പുരാതന യോഗ ഏവ പുരാതനമായ യോഗം തന്നെ അദ്യ ഇന്ന് മയ എന്നാൽ പ്രോക്ത പറയപ്പെട്ടു. ഹി തീർച്ചയായും ഏതത് ഇത് ഉത്തമം ഉത്തമമായ രഹസ്യമാകുന്നു. വിവർത്തനമാവർത്തനത്തോടെ ശീല പ്രഭുപാദ കീ ജയ്. നീ എന്റെ ഭക്തനും മിത്രവുമായതുകൊണ്ടാണ് പരമപുരുഷനുമായി ബന്ധപ്പെടുത്തുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ വിവരിച്ചു തരുന്നത്. അതുകൊണ്ട് അതീന്ദ്രിയമായ ഈ ഗുപ്തജ്ഞാനം ഗ്രഹിക്കാൻ നിനക്ക് കഴിവുണ്ട്. നീ എന്റെ ഭക്തനും മിത്രവുമായതുകൊണ്ടാണ് പരമപുരുഷനുമായി ബന്ധപ്പെടുത്തുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ വിവരിച്ചു തരുന്നത്. അതുകൊണ്ട് അതീന്ദ്രിയമായ ഈ ഗുപ്തജ്ഞാനം ഗ്രഹിക്കാൻ നിനക്ക് കഴിവുണ്ട്. സ ഏവായം മയാ തേദ്യ യോഗ പ്രോക്ത പുരാതനഃ ഭക്തോസി മേ സഖാ ചേതി ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. രഹസ്യം ഹേതദുത്തമം. ശില്പമാതാജി. ഹരേ കൃഷ്ണ. സ ഏവായം മയാ തേദ്യ യോഗ പ്രോക്ത പുരാതനഃ ഭക്തോസി മേ സഖാ ചേതി
रहस्यं ह्येतदुत्तमम्. ഹരേ കൃഷ്ണ. കൃഷ്ണ. പ്രഹ്ലാദൻ ചേട്ടാ. ഹരേ കൃഷ്ണ. സ ഏവായം മയാ തേദ്യാ യോഗ പ്രോക്ത പുരാതനഃ ഭക്തോ അസി മേ സഖാ ചേതി രഹസ്യം ഹ്യേതദുത്തമം. ഹരേ കൃഷ്ണ. സ ഏവായം മയാ തേദ്യാ യോഗ പ്രോക്ത പുരാതനഃ ഭക്തോ അസി മേ സഖാ ചേതി രഹസ്യം ഹ്യേതദുത്തമം. ഹരേ കൃഷ്ണ. കീർത്തന. ഹരേ കൃഷ്ണ. स एवं मया तेद्या योगप्रोक्तः पुरातनः भक्तोऽसि मे सखा चेति रहस्यं ह्येतदुत्तमम्. स एवं मया तेद्या योगप्रोक्तः पुरातनः भक्तो असि मे सखा चेति रहस्यं ह्येतदुत्तमम्. स एवायं मया तेद्य योग प्रोक्त पुरातनः भक्तोऽसि मे सखा चेति रहस्यं ह्येतदुत्तमम्. ഹരേ കൃഷ്ണ. നന്ദന ശില്ലിയ. ഇല്ല, നന്ദനില്ല. ഓക്കെ. സിമ്മി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ ഏവം മയാ തേദ്യാ യോഗ പ്രോക്ത പുരാതനഃ ഭക്തോऽസി മേ സഖാ സേതി രഹസ്യം ഹ്യേതദ് ഉത്തമം. ഹരേ കൃഷ്ണ. ആമി. हरे कृष्ण. स एवायं मया तेद्या योगप्रोक्ता पुरातनः भक्तोऽसि मे सखा चेति रहस्यं ह्येतदुत्तमम्. हरे कृष्ण. हरे कृष्ण. स एवायं मया तेद्या योगप्रोक्ता पुरातनः भक्तोऽसि मे सखा चेति रहस्यं ह्येतदुत्तमम्. हरे कृष्ण. ഹരേ കൃഷ്ണ. നമുക്ക് ഒന്നുകൂടെ ഒരുമിച്ച് വായിക്കാം. 1 2 3 4 സ്റ്റാർ. സ ഏവായം മയാ തേദ്യാ യോഗപ്രോക്ത പുരാതനഃ ഭക്തോऽസി മേ സഖാ ചേതി രഹസ്യം ഹ്യേതദുത്തമം. നീ എന്റെ ഭക്തനും മിത്രവുമായതുകൊണ്ടാണ് പരമപുരുഷനുമായി ബന്ധപ്പെടുത്തുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ വിവരിച്ചു തരുന്നത്. അതുകൊണ്ട് അതീന്ദ്രിയമായി ഈ ഗുപ്തജ്ഞാനം ഗ്രഹിക്കാൻ നിനക്ക് കഴിവുണ്ട്. ഈ ഗുപ്തജ്ഞാനം വീണ്ടും ഇതേ വാക്ക് ഒരു ശ്ലോകത്തിൽ വരുന്നുണ്ട്. ഏത് ശ്ലോകമാണ്? ഈ ഗുഹ്യമായ ജ്ഞാനം ഞാൻ ഉപദേശിച്ചു തരുന്നു. വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ആരാ പറഞ്ഞത്? ഹരേ കൃഷ്ണ. 15-20. ഇതി ഗുഹ്യതമം ജ്ഞാനം ശാസ്ത്രം. ഇതി ഗുഹ്യതമം ശാസ്ത്രം. ഒന്ന് ശ്ലോകം വായിച്ചേരെ. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദം മുക്തം മയാ നഘ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃതശ്ച ഭാരത. അതിന്റെ അർത്ഥം ട്രാൻസ്ലേഷൻ വായിച്ചേ. ഹൈലൈറ്റ് ചെയ്യുമ്പോഴല്ലേ ഫീമെയിൽ വോയിസ് വരും. ട്രാൻസ്ലേഷൻ കൂടെ. ഹേ പാപരഹിത, ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ച ഈ ജ്ഞാനം വേദഗ്രന്ഥങ്ങളിലെ അതിരഹസ്യമായ ഭാഗമാണ്. ഇതറിയുന്നവർ ബുദ്ധിശാലികളാവും. അവരുടെ പ്രയത്നങ്ങൾക്ക് പൂർണ്ണത കൈവരും. ഹരേ കൃഷ്ണ. അപ്പം ഹേ പാപരഹിത വാക്ക് നോട്ട് ചെയ്തോണം. ഏ പാപരഹിത. ഇവിടെ പറയുന്നു നീ എന്റെ ഭക്തനും മിത്രവുമായി
കൊണ്ടാണ് പരമപുരുഷനുമായി ബന്ധപ്പെടുത്തുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ വിവരിച്ചു തരുന്നത്. അതുകൊണ്ട് അതീന്ദ്രിയമായി ഈ ഗുപ്തജ്ഞാനം ഗ്രഹിക്കാൻ നിനക്ക് കഴിവുണ്ട്. മറ്റു പറയുന്നു, ഈ ഗുഹ്യമായ ശാസ്ത്രം നീ പാപരഹിതനായതുകൊണ്ട് ഞാൻ നിനക്ക് ഉപദേശിച്ചു തരുന്നു. അത് കേട്ടുകഴിഞ്ഞാൽ നിനക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്, ഇത് അറിയുന്നവർ ബുദ്ധിശാലികളാവും. ആ അവരുടെ ഇതറിയുന്നവൻ, പ്രയത്നങ്ങൾക്ക് പൂർണ്ണത കൈവരും. അതെ, ഇതറിയുന്നവൻ ബുദ്ധിശാലിയാകും, അവര് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പൂർണ്ണത കൈവരും. ഭാവാർത്ഥം ഇതിന്റെ ഭാവാർത്ഥം ഒന്ന് വായിച്ചു. ഭാവാർത്ഥം ഏത് ഈ ശ്ലോകത്തിൽ? സെക്കൻഡ് നമ്മൾ വായിച്ചതിന്റെ അല്ലേ? അതെ അതെ, മൂന്നാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥം ശിലപ്രഭാതം. മനുഷ്യർ രണ്ടു തരത്തിലാണ്, ഭക്തരും അസുരരും. തന്റെ ഭക്തനായത് കൊണ്ടാണ് ഭഗവാൻ അർജുനനെ ഈ മഹത്തായ ശാസ്ത്രം പഠിക്കാൻ ആധികാരികമായി സ്വീകരിച്ചത്. ഒരു അസുരന് ഈ രഹസ്യജ്ഞാനം ഗ്രഹിക്കാൻ സാധ്യമല്ല. ഈ വൈജ്ഞാനിക ഗ്രന്ഥത്തിന്, ഗീതയ്ക്ക്, അസംഖ്യം പതിപ്പുകൾ വേറെയുമുണ്ട്. ചിലത് ഭക്തന്മാരാൽ രചിച്ച വ്യാഖ്യാനങ്ങൾ ഉൾക്കൊള്ളുന്നു. മറ്റു ചിലത് അസുര നിർമ്മിതങ്ങളായവയും ഭക്തന്മാരുടെ വ്യാഖ്യാനം ഭക്തന്മാരുടെ വ്യാഖ്യാനം സത്യം വെളിവാക്കുന്നു. അസുരന്മാരുടേത് നിഷ്പ്രയോജനങ്ങളാണ്. കൃഷ്ണനെ പരമപുരുഷനായ ഭഗവാനായിട്ടാണ് അർജുനൻ കാണുന്നത്. അർജുനന്റെ വഴി പിന്തുടരുന്ന ഗീതാഭാഷ്യമേതും ആ മഹത്തായ ശാസ്ത്രത്തിന് യഥാർത്ഥ സേവനമാകുന്നു. അസുരന്മാരാകട്ടെ കൃഷ്ണനെ പറ്റി എന്തെല്ലാമോ കെട്ടിച്ചമയ്ക്കുകയും വായനക്കാരെ കൃഷ്ണന്റെ ഉപദേശങ്ങളിൽ നിന്ന് വഴിതെറ്റിക്കുകയും ചെയ്യുന്നു. അസുരന്മാർ കൃഷ്ണനെ ഭഗവാനായി അംഗീകരിക്കുന്നില്ല. വഴിപിഴപ്പിക്കുന്ന ഈ പോക്കിനെതിരെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. അർജുനനിൽ നിന്ന് തുടങ്ങുന്ന ശിഷ്യ പരമ്പരയെ പിന്തുടരാൻ ശ്രമിക്കുകയും ഉത്കൃഷ്ടമായ ഈ ഭഗവത്ഗീതയിൽ നിന്ന് പ്രയോജനം നേടുകയും ചെയ്യണം. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ഹരേ കൃഷ്ണ ചില പ്രൊസീജിയേഴ്സ് ആണ് പറയുന്നത്. പ്രൊസീജിയേഴ്സ്, എന്തുകൊണ്ടാണ് ഭഗവാൻ ഈ ശാസ്ത്രം പറഞ്ഞു കൊടുത്തത് അല്ലെങ്കിൽ വീണ്ടും കൊണ്ടുവന്നത്? ഈ ശാസ്ത്രം വളരെ ഗുഹ്യമായ ജ്ഞാനമായതുകൊണ്ട്, അതീവ രഹസ്യമായതുകൊണ്ട് ആരാണ് ഇത് കേൾക്കാൻ യോഗ്യനായത്? ഈ രഹസ്യം കേട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ഫലം? ഭഗവാൻ വളരെ ലളിതമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇത് പാപരഹിതം. ഒന്ന്, നീ എൻ്റെ ഭക്തനായത് കൊണ്ട് മാത്രമാണ് നിനക്ക് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റാണ്. കാര്യം 15-ാമത്തെ അധ്യായത്തില് ലാസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്, ഇത് ഗുഹ്യതമം ശാസ്ത്രം. ഇത് കേട്ട് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തില് പരിപൂർണത കിട്ടും. നമുക്കും അതാ വേണ്ടത്, ജീവിതത്തിൽ പരിപൂർണത കിട്ടണം. അതിന്റെ സൊല്യൂഷനാണ് ഈ 4-ാമത്തെ അധ്യായത്തിലെ പറഞ്ഞു തുടങ്ങി. ഇതിന്റെ സൊല്യൂഷനാണ് പറഞ്ഞു തുടങ്ങുന്നത്. നീ എന്നെ കേൾക്കണം. നീ എന്നെ കേൾക്കണം എന്ന് പറയുമ്പം ഭഗവാനിൽ നിന്നോ ഭഗവാന്റെ ശിഷ്യന്മാരിൽ നിന്നോ കേൾക്കണം എന്നൊരു ശബ്ദവും കൂടി ഭഗവാൻ തരുന്നു. അതുകൊണ്ടാണ് ഏവം പരമ്പരാ പ്രാപ്തം എന്ന് ഭഗവാൻ പറഞ്ഞത്. കാര്യം, ഭഗവാനിൽ നിന്ന് കേൾക്കാത്ത ഒരാളിൽ നിന്ന് നമ്മൾ ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ എന്തോ ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് എടുത്തിട്ട് അതിന്റെ പ്രൊസീജിയർ പ്രകാരം പ്രൊഫസർ ആകാതെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മാത്രം പ്രൊഫസർ എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇന്നത്തെ പേപ്പറിൽ കണ്ട് ഒരു ഡോക്ടറെ അറസ്റ്റ് ചെയ്തു, ഒരു ഗൈനക്കോളജിസ്റ്റിനെ അറസ്റ്റ് ചെയ്തു. പാലക്കാട്ടാണെന്ന് തോന്നുന്നു. വ്യാജ ഡിഗ്രി. തൻ്റെ ഒരു ആളുടെ കുഞ്ഞ് മരിച്ചുപോയി. പ്രസവ സമയത്ത് ആ കുട്ടി മരിച്ചു, പ്രസവത്തോടു കൂടി മരിച്ചു. അപ്പൊ ഡോക്ടറുടെ അനാസ്ഥയാണെന്ന് പറഞ്ഞിട്ട് ഈ പിതാവ് കേസ് ഫയൽ ചെയ്തു. എന്നിട്ട് അത് മാത്രമല്ല, അദ്ദേഹം ഈ ഡോക്ടറുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പഠിച്ച യൂണിവേഴ്സിറ്റിയിലും അവിടെ എല്ലാം അന്വേഷിച്ച് വിവരാവകാശ പ്രകാരം സർട്ടിഫിക്കറ്റ് എടുത്തു. അപ്പൊ അവിടെ ജോയിൻ ചെയ്തു എന്നുള്ളത് ശരിയാണ്, പക്ഷെ പാസ്സായിട്ടില്ല, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തരം കിട്ടി. സസ്പെൻഷൻ ആയി ഡോക്ടർ. അപ്പം പറഞ്ഞു വന്നത്,
ഭഗവത്ഗീത ആത്മീയമാണ്, വളരെ വിജ്ഞാനപ്രദമാണ്. ഇതിനെ ഭഗവാനിൽ നിന്ന് നേരിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ കുട്ടി മരിച്ചു പോയ സ്ഥിതി വരും. ഇതാണ് അതിന്റെ സത്യം. പെട്ടെന്ന് നമുക്കത് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഭഗവാൻ എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നത് ഗുരുശിഷ്യ പരമ്പരയിലൂടെ മാത്രമേ ഈ ജ്ഞാനം കേൾക്കാവൂ. ഇത് അതീവ രഹസ്യമായ ജ്ഞാനമാണ്. ഇവിടെ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, ഭഗവത്ഗീതയെ പറ്റി വരണ്ട വാദങ്ങൾ പറയുന്നത് അനിശ്ചിതത്വത്തിൽ മറ്റുള്ളവർ വ്യത്യസ്തമില്ലാതെ ആ വരണ്ട വാദങ്ങളെ അംഗീകരിക്കരുത് എന്ന് ചൈതന്യ മഹാപ്രഭു തന്നെ പറയുന്നുണ്ട്. ഡ്രൈ ആർഗ്യുമെന്റ്സ് ആർ ഇൻകൺക്ലൂസീവ്. അതുകൊണ്ട് അത് എടുക്കരുത് എന്ന് ചൈതന്യ മഹാപ്രഭുവും പറയുന്നു. അതുപോലെ തന്നെ 4 പേര് പറഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാവരും ഒരുമിച്ച് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ സമ്മതിക്കാനും പറ്റത്തില്ല. അപ്പം അങ്ങനെയും ഈ ആത്മീയതയെ റാങ്ക് കൊടുക്കരുത് എന്നും പറയുന്നു. ആര് പറഞ്ഞ്? ചൈതന്യ മഹാപ്രഭു തന്നെ പറഞ്ഞു. പിന്നെ ആരിൽ നിന്ന് കേൾക്കണം? The solid truth of religious principle is hidden in the heart of an unadulterated, self-realized person. ആത്മാവിനെ തിരിച്ചറിഞ്ഞവരിൽ നിന്ന്, ഭഗവാനെ കണ്ടിട്ടുള്ളവരിൽ നിന്ന് മാത്രം, അതായത് പ്രഭുപാദരെ പോലെയുള്ളവരിൽ നിന്ന്, പ്രഭുവലി എന്നുള്ള പ്രഭുപാദരുടെ ശിഷ്യന്മാരിൽ നിന്ന് മാത്രം കേൾക്കണമെന്ന് കൃത്യമായിട്ട് പറയുന്നു. പിന്നെ വീണ്ടും വരുന്നു. അപ്പം ആ ഒരു ഡിസിപ്ലിക് സക്സഷൻ വന്നു, ഒരു പരമ്പര വന്നു. പ്രഭുപാദരൊക്കെ ഭഗവാനെ കണ്ട് തിരിച്ചറിഞ്ഞതാണ്. അപ്പോൾ വീണ്ടും വരും. പ്രഭുപാദർ മാത്രമാണോ കണ്ടേ? അല്ല, ഇനിയുണ്ട് ഭഗവാനെ തിരിച്ചറിഞ്ഞവര്. എന്നെങ്കിൽ മാത്രമേ ഈ ശാസ്ത്രത്തെ പറ്റി നമുക്ക് വ്യക്തമായി അറിയാനും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ എഫർട്ടുകൾ, നമ്മുടെ പ്രയത്നങ്ങൾ ശരിയായ രീതിയിൽ കൊണ്ടുപോകുവാനും ആത്മാവിനെ നമുക്ക് തിരിച്ചറിയാനും സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഒരു പരിപൂർണതയും ജീവിതത്തിന് ഒരു ലക്ഷ്യബോധവും ആ ഒരു സൈക്കിള് പൂർത്തിയാക്കാനും പറ്റുകയുള്ളൂ. അവിടെ അപ്പൊ അങ്ങനെ വരുമ്പം വീണ്ടും ഈ ശാസ്ത്രം കൊണ്ടുവരുന്നു. അതുകൊണ്ടാണ് നമുക്കിത് വിശ്വസിക്കാമെന്ന് പറഞ്ഞത്. ആരാണ് ഈ ശാസ്ത്രത്തെ വീണ്ടും പിന്തുടർന്നത്? 12 മഹാജനങ്ങൾ. ആരാണ് 12 മഹാജനങ്ങൾ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആരാ 12 മഹാജനങ്ങൾ? ഒരു ശിഷ്യ പരമ്പരയെ പറ്റി പറയും. 2-3 ശ്ലോകങ്ങളുണ്ട്. അർജുനൻ ഉപദേശിച്ചു, ആദ്യം വിവസ്വാൻ ഉപദേശിച്ചു, പിന്നെ ഇക്ഷ്വാകു വംശവനായതുകൊണ്ട്, ക്ഷത്രിയനായതുകൊണ്ട് അർജുനന് വീണ്ടും ഞാൻ ഉപദേശിക്കാൻ വന്നു. കാര്യം, ഞാൻ നേരിട്ട് വന്ന് ഉപദേശിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ ധർമ്മത്തെ പറ്റി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം വെള്ളം ചേർക്കും. അവർ വെള്ളം ചേർക്കുമ്പം പൂച്ചയെ പിടിച്ച് കൊട്ടലടച്ചതുപോലെ ആയിക്കും കല്യാണം. അപ്പം വീണ്ടും പറഞ്ഞു, ഭഗവാൻ പറയുകയാണ് വീണ്ടും, ആര്? 12 മഹാജനങ്ങൾ ആരൊക്കെയാ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 12 മഹാജനങ്ങൾ. സ്വയംഭൂർ നാരദ ശംഭു കുമാരോ കപില മനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലിർ വയാസൈർവയം. സ്വയംഭൂർ നാരദ ശംഭു ആരൊക്കെയാ? സ്വയംഭൂർ നാരദ ശംഭു കുമാര കപിലോ മനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലിർ വയാസികർവയാം. ആരൊക്കെയാണ്? ബ്രഹ്മ, ശിവ. ബ്രഹ്മാവ്, ശിവൻ, മഹാദേവര്, സാക്ഷാൽ മഹാദേവര്. 12 മഹാജനങ്ങളാണ്. ബ്രഹ്മാവ്, മഹാദേവര്, മനു, സുഖദേവ ഗോസ്വാമി, മനുവരും സുഖദേവ ഗോസ്വാമി, പ്രഹ്ലാദ മഹാരാജൻ, പിന്നെ നാരദമുനി, ജനക മഹാരാജാവ്, 4 കുമാരന്മാര്, കപില മഹർഷി, മനു, സ്വയംഭൂ മനു.
ഈ മന്വന്തരത്തിൽ സ്വയംഭൂ മനു, മനു, ഭീഷ്മ, ഭീഷ്മപിതാമഹ, മഹാബലി, യമരാജാവ്. അപ്പം ഇത് ശ്രീമദ് മഹാഭാഗവതത്തില് 6th കാണ്ഡോയില് 3rd ചാപ്റ്ററിൽ 20-21 പറയുന്നുണ്ട്. സ്വയംഭൂർ നാരദ ശംഭോ കുമാരോ കപിലോ മുനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലിർ വയാസികേർ വയം. ബ്രഹ്മാവ്, മഹാദേവര്, ശുകദേവ ഗോസ്വാമി, പ്രഹ്ലാദ മഹാരാജാവ്, നാരദ മഹർഷി, ജനക മഹാരാജാവ്, 4 കുമാരന്മാര്, സനന്ദ സനക സനാതന 4 കുമാരന്മാര്, കപിലദേവൻ, മനു, ഭീഷ്മദേവര്, മഹാബലി, യമരാജാവ്. അപ്പം ഈ 12 മഹാജനങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേണേ. ഈ 12 മഹാജനങ്ങളുടെ പേര്. ഈ 12 മഹാജനങ്ങളും എന്റെ കാൽപ്പാടുകളാണ് പിന്തുടരുന്നത്. ഫോളോയിങ് ദ ഫുഡ് സ്റ്റെപ്പ് ഓഫ് കൃഷ്ണ. അപ്പം ഇത്രയും പേര് പിന്തുടരുമ്പം നമുക്ക് പറയാൻ പറ്റുമോ ഭഗവാൻ വേറെ ഉണ്ടെന്ന്? കൃഷ്ണനല്ലാതെ വേറെ ഭഗവാൻ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഈ 12 മഹാജനങ്ങൾ നേരിട്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്, ഭഗവാന്റെ കാൽപ്പാടുകൾ പിന്തുടരുകയാണ്. അവിടെയാണ് അസൂയയുള്ളവർക്ക് മാത്രമേ ഭഗവാനെ അംഗീകരിക്കാൻ പറ്റാതുള്ളൂ. അത് തന്നെയാണ് ഭഗവാൻ പറയുന്നത്, പാപരഹിത, നീ അസൂയയില്ലാത്തവനായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഭഗവാനുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കണം, ഒന്ന്, അചഞ്ചലമായ വിശ്വാസം നമുക്ക് ഭഗവാനിലുണ്ട്. ഞാനാണ് എല്ലാം എന്ന് പറയുമ്പം തീർച്ചയായിട്ടും അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകും. അതുപോലെ ഭഗവാനെ ആരൊക്കെയാണ് പിന്തുടരുന്നത്, അവരുടെ അസ്തിത്വം നമുക്ക് മനസ്സിലാക്കണം. സാക്ഷാൽ മഹാദേവര്, യമദേവൻ, യമരാജ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാം. അപ്പം അതേപടി ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഭഗവത്ഗീത ശാസ്ത്രം നമ്മൾ കൃത്യമായിട്ട് ഗുരു പരമ്പരയിലൂടെ മാത്രം മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് കാണുന്ന എല്ലാ ആത്മീയ വെള്ളം ചേർക്കുന്നവരും യാതൊരു സംശയമില്ല കാര്യത്തിൽ വെള്ളം ചേർത്ത് നശിപ്പിക്കുകയാണ്. ശിഷ്യ പരമ്പരയിലൂടെ മാത്രം നമ്മൾ കേൾക്കുമ്പോൾ അംഗീകൃതമായ യൂണിവേഴ്സിറ്റിയിലൂടെ വന്നിട്ട് അംഗീകൃതമായ ഡിഗ്രി സമ്പാദിച്ച് അംഗീകൃതമായ ജോലി കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ വ്യാജന്മാരിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ കുടുംബത്തിന് ഇന്ന ശിക്ഷ ആ പിതാവിന് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിനും പലതും നഷ്ടപ്പെടും. സത്യമാ പറയുന്നത്, പലതും നഷ്ടപ്പെടും. പക്ഷേ ഇത് ഗുഹ്യതമം ശാസ്ത്രം. ആ ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ പറഞ്ഞതുപോലെ നിന്റെ എഫർട്ടിന് നിന്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും പരിപൂർണത കിട്ടുമെന്ന് ഭഗവാൻ ഉറപ്പ് തരികയാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞൊരു കഥ, പിന്നെ വേൾഡ് കപ്പില് ലോക വിംബിൾഡൺ ടെന്നീസില് വേൾഡ് പ്ലെയറായ ആഥർ ആഷെ. ഈ ആഥർ ആഷെ ലോകത്തിലെ ഏറ്റവും വലിയ വിംബിൾഡൺ ടെന്നീസ് പ്ലെയർ ആയിരുന്നു. ഈ ആഥർ ആഷയ്ക്ക് 1993 HIV പിടിപെട്ടു. ഈ HIV പിടിപെടുമ്പോൾ ഇന്നത്തെ മഹാമാരി പോലെ തന്നെ പോലും ഇപ്പം മരുന്നുണ്ട്, അന്ന് മരുന്നില്ലായിരുന്നു HIV. അപ്പൊ അങ്ങനെ ആ രോഗമായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയിൽ റിപ്പോർട്ടേഴ്സ് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ചോദിച്ചു, ഹൗ യു ഫീൽ ഇറ്റ്, എന്താണ് നിങ്ങൾ നോക്കും? അപ്പം അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, ഞാന് വലിയൊരു പട്ടമാണ് കിട്ടിയത്, എനിക്ക് വേൾഡ് ടെന്നീസ് പ്ലെയർ ആണ് ഞാൻ, അങ്ങനെ ഒരു റാങ്കാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ബാറ്റും ബോളും വാങ്ങിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് കോടാനുകോടി ആൾക്കാർ ഈ കളി കാണുന്നുണ്ട്. അതിൽ ആയിരക്കണക്കിന് ആൾക്കാർ ബാറ്റും ബോളും വാങ്ങിക്കുന്നുണ്ട്. അതിൽ തന്നെ കുറച്ച് പേര് പോയി കളിക്കുന്നുണ്ട്. അതിൽ തന്നെ കുറച്ച് പേര് സീരിയസ് ആയിട്ട് കളിക്കുന്നുണ്ട്. അതിൽ കുറച്ച് പേര് വന്നിട്ട് വീണ്ടും അതിൻ്റെ വലിയ തലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതിലെ കുറച്ച് പേരിലെ ഒരാളായിട്ട് ഞാൻ മാറി. ഒരാളായിട്ട് അതിലെ കുറച്ച് പേര് ഉന്നതരത്തിൽ ഒരാളായിട്ട് മാറി.
അന്നേരം ഞാൻ ഭഗവാനോട് ചോദിച്ചില്ല, ഭഗവാനെ നീ എന്തുകൊണ്ട് എന്നെ മാത്രം ചോയ്സ് ചെയ്തു ഈ അവാർഡ് വാങ്ങിക്കുവാൻ, ഈ വിജയം കിട്ടുവാൻ ഭഗവാനെ എന്തുകൊണ്ട് നീ എന്നെ മാത്രം ചൂസ് ചെയ്തു? എത്രയോ പേര് എഫർട്ട് എടുത്തു, എത്രയോ പേര് കളിക്കിറങ്ങി, ഗ്രൗണ്ടിൽ ഇറങ്ങി, പക്ഷെ നീ എന്തുകൊണ്ട് എന്നെ മാത്രം ചൂസ് ചെയ്തു? ചെറിയൊരു കാലിടറിയെങ്കിൽ എന്റെ റാങ്ക് കുറഞ്ഞേനല്ലോ, എനിക്ക് കളിക്കാൻ പറ്റില്ലാതാവും. അപ്പം അത്രയും ഭഗവാൻ ചെയ്യുമ്പം തീർച്ചയായിട്ടും അതുപോലെ എനിക്ക് HIV നേരിട്ടപ്പോൾ അന്ന് ഞാൻ നേതാവായപ്പോൾ ഞാൻ ഭഗവാനോട് ചോദിച്ചില്ല എന്നെ മാത്രം എന്തുകൊണ്ട് ചോയ്സ് ചെയ്തു. തീർച്ചയായിട്ടും HIV പിടികിട്ടപ്പോഴും എനിക്ക് ഭഗവാനോട് ചോദിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് എന്നെ ചോയ്സ് ചെയ്തു എന്ന്. ഈ ഒരു അക്സെപ്റ്റൻസിനെയാണ് സറണ്ടറിങ് മൂഡ് എന്ന് പറയുന്നത്. ഭഗവാന്റെ പ്ലാനിങ് എന്താണെന്ന് നമുക്കറിയത്തില്ല. ആ ഒരു അക്സെപ്റ്റൻസിനെ നമ്മൾ അതിനെ സറണ്ടർ എന്ന് പറയും. അതിനെ മാത്രമേ സറണ്ടർ എന്ന് പറയും. ആ ഒരു ആത്മീയമായ ഒരു ലെവലിൽ, മാനസികമായ ഒരു ലെവലിൽ നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവത്ഗീത പഠിക്കേണ്ടത് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് പോലെ ഏവം പരമ്പരാപ്രാപ്തം രാജർഷയോ വിദുഃ സകാലേനേകമഹദായോഗോ നഷ്ടപരന്തപം സയേവായം മയാതേ ആദ്യയോഗ പ്രോക്ത പുരാതനഃ ഭക്തോ അസിമേ സഹാ ചേതി രഹസ്യം ഹേതദുത്തമം. ഈ വളരെ രഹസ്യമായ ജ്ഞാനം ഭഗവാനിൽ നിന്ന് സബ്മിസീവ് മൈൻഡില് വളരെ വിശ്വാസത്തോടെ നമ്മൾ. ഹരേ കൃഷ്ണ. അടുത്ത ഒരു ശ്ലോകം കൂടെ നമുക്കൊന്ന് വായിക്കാം. അപ്പോഴത്തെയും പറഞ്ഞിട്ട് ഇപ്പോൾ 1, 2, 3 ശ്ലോകം പറയുമ്പം അർജുനൻ ചോദിക്കുകയാണ്, അപരം ഭവതു ജന്മപരം ജന്മ വിവസ്വതഃ കഥമേതത് വിജ്ഞാനീയാം ത്വമാദൗ പ്രോക്തവാനിധി. അർജുന ഉവാച അപരം ഭവതു ജന്മപരം ജന്മ വിവസ്വതഃ കഥമേതത് വിജാനീയാം ത്വാം ആദൗ പ്രോക്തവാനിധി. ശബ്ദാർത്ഥം ശ്രീല പ്രഭുപാദയ്ക്ക് അർജുന ഉവാച. അർജുനൻ പറഞ്ഞു, ഭവതഃ ഭവാന്റെ ജന്മം അപരം പിന്നീടുള്ളതാകുന്നു, വിവസ്വതഃ വിവസ്വാന്റെ സൂര്യദേവന്റെ ജന്മം പരം വളരെ മുമ്പാകുന്നു, ത്വം അങ്ങ് ആദൗ ആദിയിൽ പ്രോക്തവാൻ വചിച്ചു ഉപദേശിച്ചു, ഇത് ഏതത് എന്നുള്ളത് കഥം എങ്ങനെ വിജാനീയ ഞാൻ മനസ്സിലാക്കാം. ആവർത്തനത്തോടെ ശ്രീല പ്രഭുപാദയ്ക്ക് അർജുനൻ പറഞ്ഞു, വിവസ്വാൻ എന്ന സൂര്യദേവൻ അങ്ങയേക്കാൾ വളരെ മുമ്പ് ജനിച്ചെന്നിരിക്കെ അങ്ങ് അദ്ദേഹത്തിന് ഉപദേശം നൽകി എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? ബേസിക് ലെസൺ ആണ് നമുക്ക്. അപ്പം ഭഗവാൻ വീണ്ടും അങ്ങോട്ട് പറയും. ആത്മാവിനെ പറ്റി നമ്മൾ 2, 3 ചാപ്റ്ററിൽ പഠിച്ചു. ആ ആത്മാവിന്റെ ഗതിവിഗതികളെ പറ്റി വീണ്ടും ഭഗവാൻ അർജുനനോട് വീണ്ടും പറയുകയാണ്, വീണ്ടും പറഞ്ഞു തുടങ്ങുകയാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പം അതിൻ്റെ ഭാവാർത്ഥം ഹോംവർക്കാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഭഗവാൻ തുടങ്ങുകയാണ് ആൻസർ. അപ്പൊ ഇന്ന് നമ്മൾ ഭഗവത്ഗീതയിലെ ആ ഗുരുശിഷ്യ പരമ്പരയുടെ മൂല്യത്തെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ആ മൂല്യം എങ്ങനെ വന്നു എന്നുള്ളത്, എന്തുകൊണ്ടാണ് ഭഗവാൻ അർജുനനെ തെരഞ്ഞെടുത്തു എന്നുള്ളതും, എന്തുകൊണ്ടാണ് അത് കേൾക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി എന്നുള്ളതുമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാര്യം നമ്മൾ ഒന്നുകിൽ പാപം പോകാൻ വിധിക്കപ്പെട്ടവരായതുകൊണ്ട്, നമുക്കുണ്ടായിരിക്കുന്ന പാപങ്ങൾ അക്യുമുലേറ്റഡ് സിൻ പോകാൻ വിധിക്കപ്പെട്ടവരായതുകൊണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ വീണ്ടും ഒരു ചാൻസ് അല്ലെങ്കിൽ മുൻജന്മ സുഹൃതം കൊണ്ട്. ഇവിടെ പറയുന്നത് 4 തരത്തിലുള്ള സിൻഫുൾ ആക്ടിവിറ്റീസ് ആണ് നമുക്കുണ്ടാകുന്നത്. ജസ്റ്റ് ഞാൻ പറയുന്നതേ ഉള്ളൂ. ആത്മപുരാണത്തിൽ പറയുന്നു, അപരാധഫലം പാപം കൂതം ബീജം ഫലോന്മുഖം
കരമണീയൈവ പ്രളീയേത വിഷ്ണുഭക്തിരതാത്മനാം. ഇപ്പം 4 തരത്തിലുള്ള പാവം എങ്ങനെയാണ് നമുക്ക് വന്നുകൂടുന്നത്? ഈ 4 തരത്തിലുള്ള പാവങ്ങളിലൂടെ നമുക്ക് എന്താ സംഭവിക്കുന്ന അറിയാമോ? നമ്മൾ പറയും, സാധാരണ പണ്ടുള്ളവർ പറയും, ഓ ഭയങ്കര പ്രാരാബ്ധമാണ്, ജീവിതം പ്രാരാബ്ധമാണ്. ചേട്ടാ പറയാറില്ലേ പണ്ടുള്ളവര്? പറയാറുണ്ട്. ഭയങ്കര പ്രാരാബ്ധമാണ് ജീവിതത്തിൽ. ഈ പ്രാരാബ്ധം വരുന്നത് 4 തരത്തിലുള്ള പാപങ്ങളിലൂടെയാണ് പ്രാരാബ്ധം വരുന്നത്. ഈ പ്രാരാബ്ധം മാറണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഭഗവാനെ വിളിച്ചേ പറ്റത്തുള്ളൂ. അവിടെ ഭഗവാനെ വിളിക്കും ആ പ്രാരാബ്ധം മാറും. അപ്പൊ ഈ പ്രാരാബ്ധം, പാപം, പിന്നെ അപ്രാരാബ്ധം, സിൻഫുൾ പ്രൊപ്പൻസിറ്റി, സിൻഫുൾ ഡിസയർ. അപ്പം ഒന്ന് നമ്മൾ പാപം ചെയ്യുന്നു. ഈ പാപം എങ്ങനെയാ വരുന്നത്? അൺമാനിഫെസ്റ്റ് റിയാക്ഷൻ. ആ റിയാക്ഷൻ പ്രാരാബ്ധമായിട്ട് മാറും. പിന്നെ സിൻഫുൾ പ്രൊപ്പൻസിറ്റി, കൂതം. പിന്നെ ബീജം, സിൻഫുൾ ഡിസയർ. ഈ 4 തരത്തിലൂടെ നമുക്ക് പ്രാരാബ്ധമായിട്ട് മാറും. അത് അവിടെ അങ്ങനെ നിൽക്കട്ടെ. അപ്പം ഇന്ന് നമ്മൾ ഭഗവാന്റെ എന്തുകൊണ്ട് ഭഗവാൻ തിരഞ്ഞെടുത്തു ഈ ശ്ലോകം, ഭഗവത്ഗീത വായിക്കുന്നതിനുള്ള ഗുണം. അതുകൊണ്ടാണ് 4ാമത്തെ അധ്യായം വായിച്ചാൽ ആക്കിയിട്ടുള്ള ഫലശ്രുതി കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ നരസിംഹ ജയന്തി, നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു നരസിംഹ ജയന്തി, നമ്മളെല്ലാം കൂടി. പക്ഷേ സമയക്കുറവ് മൂലം ദശാവതാര സ്തോത്രം നമ്മൾ ചൊല്ലിയില്ല. ഇന്ന് ദശാവതാര സ്തോത്രം ചൊല്ലാൻ വീണ്ടും ശില്പമാതാജിയെ സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ചയിലോട്ട്. ഹരേ കൃഷ്ണ. ദശാവതാര സ്തോത്രം ഗീത ഗോവിന്ദത്തിനാണ് എടുത്തിരിക്കുന്നത്. ഗീത ഗോവിന്ദം രചിച്ചത് ജയദേവ സ്വാമിയാണ്. ഐ മീൻ ഹി വാസ് എ പോയറ്റ്, 12th century പോയറ്റ് ആയിരുന്നു. ഇതിന്റെ ഒരു ചെറിയ സ്റ്റോറിയും കൂടി ഉണ്ട് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ. ജയദേവ വാസ് ആക്ച്വലി റൈറ്റിംഗ് ദ സ്ക്രിപ്റ്റ്. ഗീത ഗോവിന്ദം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹി ഗോട്ട് സ്റ്റക്ക്. അവിടെ വേർഡ്സ് വരുന്നില്ല. അപ്പോ പുള്ളിയെ വൈഫിന്റെ അടുത്ത് പറഞ്ഞു. വൈഫ് പത്മാവതി, ഷി വാസ് എ ഡാൻസർ ആൻഡ് വെരി ഡിവോട്ടഡ് ടു ജയദേവ. അവരുടെ തന്നെ ഒരു ലവ് സ്റ്റോറി തന്നെ ഉണ്ട്. ലൈക്ക് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ആക്ച്വലി. അപ്പം ജയദേവ ഡ്രോപ്സ് ദ പെൻ ആൻഡ് ഹി ഗോസ് ടു ദ റിവർ. കുളിച്ചിട്ട് തിരിച്ചു വരും. അപ്പൊ ഈ കുളിക്കാൻ പോയ സമയത്ത് ലോർഡ് ജഗന്നാഥ് ഹിംസെൽഫ് കംസ് in form of Jayadeva and asks Padmavati, please bring me the manuscript എന്ന് പറയും. എന്നിട്ട് പത്മാവതി അത് കൊണ്ടുവരും. ജഗന്നാഥ് തന്നെയാണ് അത് എഴുതുന്നത് ബാക്കി. എന്നിട്ട് Jayadeva, when he comes back from his bath, he sees this, and he says, my God, who has written this so beautifully? അപ്പം പത്മാവതി പറയും, നിങ്ങൾ തന്നെയല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത് തരാനായിട്ട്. You only wrote it. He said, I can never write this. ഇത് ഞാനല്ല എഴുതിയിരിക്കണം. Then he goes to the temple and he sings and dances. അതാണ് ഗീത ഗോവിന്ദം. I'll sing you the Dashavatara. പ്രളയപയോധി ജലേ ധൃതവാനസി വേദം വിഹിതവഹിത്ര ചരിത്രമഖേദം കേശവദ്രേതാമീന ശരീരാ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ क्षितिरिह विपुलतरे तिष्ठति तव पृष्ठे धरणिधरण किन चक्रगरिष्ठे केशवद्रेता कूर्म शरीरा जय जगदीश हरे जय जगदीश हरे जय जगदीश हरे वसति दसन शिखरे धरणी तव लग्ना शशिनि कलंक कलेव निमग्ना केशवद्रेता सुकर रूपा जय जगदीश हरे
जय जगदीश हरे, जय जगदीश हरे। तव कर कमल वरे नखा अद्भुत शृंगा, दालिता हिरण्यकशिपु तनुभृंगा, केशवद्रेता नरहरि रूपा, जय जगदीश हरे, जय जगदीश हरे, जय जगदीश हरे। चलयसि विक्रमणे बलिमद्भुत वामना, पदनख निरजनीत जन पावन, केशवद्रेता वामन रूपा, जय जगदीश हरे, जय जगदीश हरे, जय जगदीश हरे। क्षत्रिय रुदिरमये जगदपगत पावम्, स्नपयसि पयसि समेत भवतापम्, केशवद्रेता भृगुपति रूपा, जय जगदीश हरे, जय जगदीश हरे, जय जगदीश हरे। वितरसि दीक्षुरणे दिक्पति कमनीयम्, दशमुखमौलिबलिं रमणीयम्, केशवद्रेता रामशरीरा, जय जगदीश हरे, जय जगदीश हरे, जय जगदीश हरे। वहसि वपुषि विशदे वसनं जलदब्धम्, हलहति भीतिमीलितयमुनाभम्, केशवद्रेता हलधर रूपा, जय जगदीश हरे, जय जगदीश हरे, जय जगदीश हरे। निन्दसि यज्ञविधेरः श्रुतिजातं, सदय हृदय दर्शित पशुघातम्, केशवद्रेता बुद्ध शरीरा, जय जगदीश हरे, जय जगदीश हरे, जय जगदीश हरे। म्लेच्छ निवह निधने कलयसि करवालम्, धूमकेतुमिव किमपि कराळम्, केशवद्रेता कल्कि शरीरा, जय जगदीश हरे, जय जगदीश हरे, जय जगदीश हरे। श्री जयदेव कविरिद उदितमुदारम्, शृणु सुखदं शुभदं भवसारम्, केशवद्रेता दशविधरूपा, जय जगदीश हरे, जय जगदीश हरे, जय जगदीश हरे। हरे कृष्ण। ഹരേ കൃഷ്ണ. വേദാനുദരതേ ജഗന്തി വഹതേ ഭൂഗോളം, ഉദ്ഭരതേ ദൈത്യം ധരയതേ ബലിം ചലയതേ, ഛത്രക്ഷയം കുർവതേ പൗലസ്ത്യം ജയതേ, ഫലം കലയതേ കാരുണ്യം, അധവന്തേ മ്ലേച്ഛാൻ മൂർച്ഛയതേ, ദശകൃതി കൃതേ കൃഷ്ണായ തുഭ്യം നമഃ, കൃഷ്ണായ തുഭ്യം നമഃ, കൃഷ്ണായ തുഭ്യം നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇവിടെ ദശവിധ സ്തോത്രത്തില്, ദശാവതാര സ്തോത്രത്തില് വീണ്ടും ജയദേവ കവികൾ പറയുകയാണ്, ഭഗവാനെ കൃഷ്ണ, ഇത് വീണ്ടും അസൂയാലുക്കളായ ജനങ്ങള് വീണ്ടും ഈ ശ്ലോകം പറയുന്നില്ല.
എന്നിട്ട് പറയും ഭഗവാന്റെ അവതാരം ഭഗവാന്റെ അവതാരം എന്ന് പറയും. ജയദേവ കവികൾ പറയുകയാണ്, കൃഷ്ണ ഭഗവാനെ അങ്ങ് 10 അവതാരങ്ങളെ രൂപത്തിൽ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങളുടെ സാദര പ്രണാമങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ആദ്യം മത്സ്യത്തിന്റെ രൂപത്തിൽ വന്ന് വേദങ്ങളെ രക്ഷിച്ചു. കൂർമ്മരൂപത്തിൽ വന്ന് മന്ദാരപർവ്വതം അങ്ങ് വഹിച്ചു. വരാഹരൂപത്തിൽ വന്ന് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നു. നരസിംഹരൂപത്തിൽ വന്ന് ഹിരണ്യകശിപു എന്ന രാക്ഷസന്റെ അസുരന്റെ നെഞ്ചു പിളർന്നു. വാമനരൂപത്തിൽ വന്ന് ദൈത്യരാജാവായ ബലിയോട് 3 അടി ചോദിച്ച് ബലിയെ അഹങ്കാരം ശമിപ്പിച്ചു. പ്രപഞ്ചത്തെ മുഴുവൻ രക്ഷിച്ചു. പരശുരാമനായി വന്ന് ക്ഷത്രിയരെ മുഴുവൻ കൊന്നു. വീണ്ടും അങ്ങ് രാമചന്ദ്ര പ്രഭുവായിട്ട് വന്നിട്ട് രാക്ഷസനായ രാജാവായ രാവണനെ ജയിച്ചു. വീണ്ടും അങ്ങ് ബലരാമനായിട്ട് വന്നിട്ട് ആ കലപ്പ ചുമന്നുകൊണ്ട് വന്നിട്ട് ദുഷ്ടന്മാരെ കീഴടക്കിയിട്ട് യമുനാ നദിയെ അങ്ങയുടെ അടുത്തേക്ക് അടുപ്പിച്ചു. വീണ്ടും അങ്ങ് ബുദ്ധനായി വന്നിട്ട് അഹിംസ ഞങ്ങളെ പഠിപ്പിച്ചു. വീണ്ടും കലിയുഗത്തിൽ അങ്ങ് മ്ലേച്ഛന്മാരെ വധിക്കുവാനായിട്ട് കൽക്കിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. കൃഷ്ണ അങ്ങയെ ഞാൻ വീണ്ടും വീണ്ടും പ്രണമിക്കുന്നു. കൃഷ്ണായ തുഭ്യം നമഃ, കൃഷ്ണായ തുഭ്യം നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ 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 ഹരേ ഹരി. എല്ലാ കാര്യങ്ങൾക്കും ഭഗവാനെ കാരുണ്യവാനായ നമ്മുടെ പുരോഭാഗത്തും ഊർധ്വഭാഗത്തും ശിരോഭാഗത്തും ബഹിർഭാഗത്തും എല്ലാം ഭഗവാന്റെ സംരക്ഷണ തീർച്ചയായിട്ടും പല അവതാരങ്ങളായിട്ടും പല രൂപങ്ങളായിട്ടും നമ്മുടെ മുന്നിൽ വന്നിട്ട് നമ്മളെ സംരക്ഷിക്കും. ഈ അചഞ്ചലമായ വിശ്വാസം മാത്രമുണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ. പിന്നെ കൂടുതൽ ഇന്ന് ആരാണ് പ്രിപ്പയർഡായിട്ട് വന്നത്? ഹരേ കൃഷ്ണ. ഞാൻ കഴിഞ്ഞ ആഴ്ച ആരെങ്കിലും പറഞ്ഞിരുന്നു? കുട്ടികളിൽ ആരെങ്കിലും പറഞ്ഞിരുന്നു? അസൈൻമെന്റ് ആരെ പറഞ്ഞിരുന്നു തോന്നല്ലേ? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ അടുത്ത ആഴ്ച വീണ്ടും ആര് വരും? ഹരേ കൃഷ്ണ. വോളണ്ടിയർ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു അങ്ങനെ വരും, എനിക്ക് മെസ്സേജ് ഇടണമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നു. ഞാൻ ഈ ആഴ്ച ഇത് പറയും, ഇന്ന സബ്ജക്റ്റ് പറയും. ഞാനത് ഈ നമ്മളെ ഈ ഒരു പാത്തിൽ വന്നു പെടുന്നവർ എന്തുമാത്രം പാപം അല്ലെങ്കിൽ ക്ലിയറൻസിലേക്ക് ലാസ്റ്റ് പോയിന്റിലോട്ട് വരുന്നവരായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. ഈ ശ്ലോകങ്ങളിൽ അത് വളരെയേറെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഈ പാത്തിൽ ഉറയ്ക്കുന്നവർ, ഞാൻ അങ്ങനെ പറയാം, വരുന്നവരും പോണവരും ഒരുപാട് ഉണ്ടല്ലോ. അപ്പൊ ഈ പാത്തിൽ ഇറക്കുന്നവരും ഒരു പക്ഷേ ലാസ്റ്റ് ലാപ്പിലായിരിക്കണം. അതായത് ഭൂമിയിലെ പിന്നെയൊരു ജന്മം അവർക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവില്ല. ഒരു ജന്മം വേണമെന്നുള്ളൊരു എനിക്ക് അവരോട് അങ്ങനെയുള്ളവരും ഉണ്ടാവുമല്ലോ. അല്ല പ്രഭു, വൈഷ്ണവര് പോലും ഒരു ജന്മം കൂടെ ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും എനിക്ക് ഭൂമിയിലോട്ട് വന്നിട്ട് അതെ അതുണ്ട്. എവിടെയായാലും നമുക്ക് കൃഷ്ണ ഇത് മുമ്പോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതങ്ങ് തീർക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു, ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട്. അപ്പൊ അങ്ങനെ ഒരു ലൈനിലുള്ളവരായിരിക്കണം ഈ വിധ ഗ്രൂപ്പുകളിൽ വരികയും ഇതിന്റെ ശരിയായ വേർഷൻ പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതായത് ഭഗവാനാണ് ഇത് പറഞ്ഞതെന്നുള്ള നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇടവരുന്ന ആളുകൾ. അവരുടെ കർമ്മം ഏതാണ്ട് ബാലൻസ്, അതായത് ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഒരു കിഡ്നി കൊടുത്ത ഒരു പള്ളിയിലച്ഛൻ മരിച്ചു പോയല്ലോ, ആക്സിഡന്റ്. പാവപ്പെട്ട ഒരു സ്ത്രീക്ക് കിഡ്നി ദാനം ചെയ്യുകയും ആ പള്ളി സംബന്ധമായ അവർ ഒരുപാട് പേര് കൊടുക്കുകയും ഒക്കെ ചെയ്യിച്ച പള്ളിയിലച്ഛൻ ഈ കഴിഞ്ഞ ആഴ്ച ആക്സിഡന്റിൽ മരിച്ചു. അപ്പോൾ വലിയ ചർച്ചയൊക്കെ യൂട്യൂബിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവർ ചോദിക്കുന്നുണ്ട്, ദൈവം എത്ര ദുഷ്ടനാണോ ഇങ്ങനെ ഒരാളെ കൊല്ലാനെന്നൊക്കെ പറഞ്ഞു.
അപ്പൊ അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അതിന്റെ റീസൺ മനസ്സിലാവാതെ പോയെന്ന് ഞാൻ വിചാരിക്കുന്നു. സത്യം സത്യം. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഗുഡ് തിങ്സ് അല്ല ഗുഡ് പീപ്പിൾ ബാഡ് തിങ്സ് ഹാപ്പനിങ്, അത് വലിയൊരു ടോപ്പിക് ആണല്ലോ നമ്മളെ ഇടയിലേക്ക്, നമ്മളെ ഇതൊക്കെ തുടങ്ങുമ്പോൾ തന്നെ. സോ അതിനെ കുറിച്ചൊന്നും അവർക്ക് അറിയാൻ വയ്യ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഇവിടെ നല്ലവരായ ആളുകൾ മരിച്ചു പോകുന്നുണ്ട്. അതിനെ കുറിച്ചൊക്കെ വലിയ ഡിസ്കഷൻസ് നമ്മൾ ഇതിലോട്ടൊക്കെ വരുമ്പോഴേ തന്നെ നടക്കാറുണ്ടല്ലോ ഇതിനിടയിൽ. അപ്പൊ അത് അങ്ങനെ ഒരുപാട് മിസ്സിങ് നോളജ് ഉണ്ട് സമൂഹത്തിൽ. ആളുകൾക്ക് ഇതിലോട്ട് എത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എത്തിയാൽ തന്നെ അത് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല. അത് ഭഗവത്ഗീതയും ഭാഗവതവും പഠിക്കാൻ പറ്റുന്നില്ല ഒരുപാട് ആളുകൾക്ക് അതിന്റെ ശരിയായ അർത്ഥത്തിൽ. കാരണം ഭഗവത്ഗീത തന്നെ ഭഗവാൻ പറയുന്നുണ്ട് ഇതെല്ലാം പഠിക്കേണ്ടത് തന്നെ മനസ്സിലാക്കാൻ. എന്നിട്ടും കഠോപനിഷത്തും അതും ഇതൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ, അതെനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല ഇപ്പോഴും. ഇതെല്ലാം എന്നെ മനസ്സിലാക്കാൻ, പക്ഷെ എന്ന് പറയുമ്പോഴും വീണ്ടും പഴയ ഉപനിഷത്തുകളൊക്കെ എടുത്ത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൽ വേറെ അർത്ഥങ്ങളൊക്കെ കണ്ടുപിടിക്കുക, അതെനിക്ക് മനസ്സിലാവുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ എന്നെ അറിയുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം. പറഞ്ഞത് വളരെ സത്യമാണ്. അപ്പം ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ ബുദ്ധിമാന്മാരായ അമേരിക്കക്കാർക്ക് വന്നത് കൊണ്ടാണ് പ്രഭുപാദരുടെ ശിഷ്യനായിട്ട് തീർന്നത്. ഇത്തരം ചോദ്യങ്ങൾ ജെനുവിനായിട്ട് ചോദിക്കുകയും ജെനുവിനായിട്ടുള്ള ഗുരുവിനെ കണ്ടെത്താൻ ശ്രമിക്കുകയും അവർ ചെയ്തു. നമ്മളത് ചെയ്യുന്നില്ല, ജെനുവിനായിട്ടുള്ള ഗുരുവിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് അമേരിക്ക ബുദ്ധിമാന്മാരായതുകൊണ്ട് നമ്മൾ പറയുന്നു, അതുകൊണ്ട് അവർ പല ക്ലേശങ്ങൾ സഹിച്ചിട്ട്, ഞാൻ വീണ്ടും പറയുകയാണ്, ഓട്ടോബയോഗ്രഫി ഓഫ് രാധാനാഥ് സ്വാമി ഞാൻ എപ്പോഴും പറയുന്നതാണ്. എൻ്റെ മനസ്സിനെ അങ്ങ് ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു മനസ്സിനെ അത് വായിക്കണം. ഇവിടൊക്കെ ജയപ്രദാസ്വാമി മഹാരാജയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിളിൽ ചുടുകട്ട ചുമന്നുകൊണ്ട് സൈക്കിളിൽ വെച്ചുകൊണ്ട് മായാപൂര് ക്ഷേത്രം പണിയാൻ നടക്കുന്നു. അപ്പം അത്രയും ക്ലേശങ്ങൾ, ധനിക കുടുംബത്തിൽ പിറന്ന അദ്ദേഹം ഇതിന്റെ ആവശ്യമുണ്ട് ഇല്ല. അപ്പൊ അവിടെയാണ് ഈ ക്വസ്റ്റ്യൻ സബ്മിസീവ് മൈൻഡിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതുകൊണ്ടാണ് ചുടുകട്ട ചുമക്കാൻ പോയത്. ധനികനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ധനികനാവാൻ ശ്രമിക്കണ്ടല്ലോ ഇതിലോട്ട് വന്നത്. ഇവിടെ ആളുകൾ ധനികനാവാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. അപ്പം അത് എനിക്ക് ഈ ആർതർ ആഷെ സംസാരിച്ചതും ആ സ്റ്റേറ്റ്മെന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്റ്റേറ്റ്മെന്റ്. അത് വളരെ കൊള്ളാം, നല്ലൊരു ഞാൻ ഇന്നലെ കേട്ടത് കൊണ്ടാണ്. അതുപോലെ മാതാജി ഇത് നന്നായിട്ട് പാടി. ഇന്നലെ എനിക്ക് നേരെ മനസ്സിലായില്ല ആ കുട്ടി പാടിയിട്ട്. ക്ലാരിറ്റി ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. മൈക്കിന്റെ ആയിരിക്കും. അതെ, ഹരേ കൃഷ്ണ. എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച നല്ല രീതിയിൽ പാടിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ പാടിയിട്ടുണ്ടായിരുന്നു. എനിക്കത് വളരെ നമുക്കത് കേൾക്കാൻ നന്നായിട്ട് മനസ്സിലായി. പിന്നെ പറയുന്നത് അടുത്ത ആഴ്ച എനിക്ക് തോന്നുന്നു വിപിൻ പ്രഭു 7ാമത്തെ ചാപ്റ്ററിനെ കുറിച്ച് എന്തെങ്കിലും പറയുമായിരിക്കും. സ്റ്റോറി കൂടി ഉണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ അവിടുത്തെ രാജാവ് he gets jealous of ജയദേവ. ഈ ഗീത ഗോവിന്ദം എല്ലാവരും അതിനെ പ്രേസ് ചെയ്യുന്നു, ജയദേവനെ പ്രേസ് ചെയ്യുന്നു. അപ്പം രാജാവ് എന്ത് ചെയ്തു, പുള്ളിക്കാരന്റെ സ്വന്തമായിട്ടുള്ള ഒരു ഗീത ഗോവിന്ദം എഴുതി. എന്നിട്ട് ഹി സ്റ്റാർട്ട്. അപ്പം അമ്പലത്തില് ഇതും കൊണ്ട് വരികയാണ്. അമ്പലത്തിൽ വരുമ്പോ എല്ലാവരും ഇത് ഡാൻസ് ചെയ്യാണ് ഈ ജയദേവയുടെ ഗീത ഗോവിന്ദം കേട്ടിട്ട്. അപ്പം he gets angry and he says that stop this and you start reading this Gita Govindam which I have written. അപ്പൊ അവിടെ ഇങ്ങനെ തർക്കം വരും. അപ്പം രാജാവ് ഭഗവാനോട് തന്നെ പറയും, ഓക്കെ ഞാൻ ഈ 2 ബുക്കും ഇവിടെ വെക്കുന്നുണ്ട്, ഏതാണ് ഭഗവാൻ ഇഷ്ടമുള്ളത്, യു കീപ് ഇറ്റ് ഓൺ ടോപ്പ് എന്ന് പറയും. എന്നിട്ട് അമ്പലം ക്ലോസ് ചെയ്ത് പിന്നെ അവര് തുറക്കുമ്പോ ജയദേവയുടെ ഗീത ഗോവിന്ദമാണ് മുകളിലിരിക്കുന്നത്. അങ്ങനെ രാജാവ് അന്ന് രാത്രി വളരെ വിഷമത്തോടെയാണ് കിടന്നുറങ്ങുന്നത്. അപ്പോ ഓർക്കത്തില് ഡ്രീമില് കൃഷ്ണനടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് ഞാൻ അത്രയും സിൻസിയർ ആയിട്ടല്ലേ എഴുതിയിരിക്കുന്ന പറയുമ്പോ ഭഗവാൻ പറയും, ഇറ്റ് ഈസ് വെരി ഗുഡ്, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, പക്ഷെ ജയദേവന്റെ ആണ് കുറച്ചുകൂടെ ബെറ്റർ. So you have to accept that, and you have to propagate that. അങ്ങനെ ആ രാജാവിന് ആ ഡ്യൂട്ടി കൊടുക്കും, അത് propagate ചെയ്യാനായിട്ട് ഗീത ഗോവിന്ദം.
അത് തന്നെയാണ് നമ്മുടെ അഷ്ടപതികളും ഒക്കെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നത്. ജയദേവന്റെ അഷ്ടപതികളാണ്. ദാറ്റ് ഈസ് ഫ്രം ഗീത ഗോവിന്ദം. അതേപോലെ there was a lady who was selling fruits. പഴങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവര് ഫോറസ്റ്റിൽ പോയിട്ട് ഇത് ഗീത ഗോവിന്ദം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലോർഡ് ജഗന്നാഥ് ഹിംസെൽഫ് heard this and he became crazy. എന്നിട്ട് he started running around the forest, you know. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ചേല അത് കീറും, യെല്ലോ കളർ യുനോ പീതാംബരം, അത് ഇങ്ങനെ കീറും, ഇറ്റ് വിൽ ഗെറ്റ് ടോൺ. ആൻഡ് പ്രീസ്റ്റ് നെക്സ്റ്റ് ഡേ അമ്പലത്തിൽ പോകുമ്പോ ഭഗവാന്റെ ഡ്രസ് ഇങ്ങനെ കീറിയിരിക്കണം. അപ്പോഴാണ് പിന്നെ അഗെയിൻ ഇൻ ദ ഡ്രീം, പ്രീസ്റ്റിന്റെ ഡ്രീമിൽ വന്നിട്ട് പറയും ഇങ്ങനെ ഒരു ലേഡി ഉണ്ട് ഗീത ഗോവിന്ദം പാടുന്നുണ്ട് ഫോറസ്റ്റില്, അവിടെ വെച്ചാണ് എന്റെ ഇത് കീറിപ്പോയത്, ഞാനിങ്ങനെ ഓടായിരുന്നു ഇത് കേട്ടോണ്ട്. അപ്പൊ അങ്ങനെ അവര് പോവും. ദ കിങ് ആൻഡ് ജയദേവ ഗോസ് ടു ദ ഫോറസ്റ്റ് ആൻഡ് ഫൈൻഡ്സ് ദറ്റ് പീസ് ഓഫ് ക്ലോത്ത്. അങ്ങനെ ഒരു സ്റ്റോറിയും കൂടി ഉണ്ട്. പിന്നെ ആ സ്ത്രീയെ പാലസിൽ കൊണ്ടുവന്ന് ഡെയിലി ആ സ്ത്രീയെ കൊണ്ട് പാടിപ്പിക്കും. അങ്ങനെയാണ് സ്റ്റോറി. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ മാതി, ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. പറഞ്ഞോളൂ പ്രഭു. എന്താ പ്രഭു? പറഞ്ഞോളൂ. പ്രഭു എല്ലാരോടും ചോദിക്കുന്നതാണെങ്കിൽ ജെബി പ്രഭുവിനെ ചോദിച്ചതേ ഉള്ളൂ. മനുഷ്യവർഗത്തിന് വരദാനമായി കിട്ടിയ ഈ ഭഗവത്ഗീത പരമ്പരാഗതമായി കിട്ടിയ പകർന്നു കിട്ടിയ ശ്രേഷ്ഠനായ വ്യക്തിയിൽ നിന്ന് പഠിക്കുക, ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. എക്സാക്ട്ലി. വളരെ സത്ത് തന്നു കഴിഞ്ഞു. എപ്പോഴൊക്കെ സൂപ്പർ ആയി പോയി കേട്ടോ. ഐ സ്റ്റിൽ റിമെമ്പർ, ഏത് ഇയർ ആണ് എനിക്ക് ഓർമ്മയില്ല, ഇന്ത്യൻ കോൺസുലേറ്റില് നമ്മുടെ ഷിബു സ്വാമി യൂസ് ടു കം ആൻഡ് ഗിവ് ലെക്ചർ. ഭഗവത്ഗീതയുടെ ഇതുണ്ടായിരുന്നു ക്ലാസ്, ഇത്രയും ദിവസമുള്ള ക്ലാസ്. രാമകൃഷ്ണ പ്രഭുവും നമ്മുടെ മണിലാൽ പ്രഭു ഒക്കെ കോൺസുലേറ്റ് പുറത്ത് നിന്നിട്ട് ഇയാൾക്ക് ഇയാളെ കാണാൻ വേണ്ടിയിട്ട് അടി കൊടുക്കാനായിട്ട് നിൽക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. രസമായിരുന്നു അത്. പിന്നെ പറഞ്ഞ രസം എന്ന് പറഞ്ഞാല് ഭഗവാനുമായിട്ടുള്ള ഒരു ശാശ്വത ബന്ധം നമ്മൾ പുലർത്തിക്കൊണ്ട് ആധ്യാത്മിക ജ്ഞാനം വളർത്തിയെടുക്കുക. അതാണ് നമ്മൾ ചെയ്യുക. ജ്ഞാനം നമ്മൾ, അതെ, നമുക്ക് ഇപ്പോൾ ഈ മനുഷ്യ ജന്മത്തില് നമുക്ക് പറ്റുന്ന ആധ്യാത്മിക ജ്ഞാനം നേടുക. സത്യം. ഉപരിയായ അറിവ്, നമുക്കിപ്പോൾ ഉണ്ടായേക്കുന്ന ഒരു മൊണ്ടേൺ അറിവിനേക്കാൾ ഉപരിയായിട്ടുള്ള അറിവിന് നേടാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. അമൃത മാതാജിയുടെ അച്ഛന്റെ 16 തിങ്കളാഴ്ച അല്ലേ? അതെ അതെ അതെ. ഹരേ കൃഷ്ണ പ്രഭു, വിളിച്ചു എന്നുള്ള വിവരം കിട്ടി. താങ്ക് യു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. തിങ്കളാഴ്ചയാണ്. അപ്പം ആ 16 അപ്പോഴത്തേക്കാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് 1 വർഷം കഴിഞ്ഞിട്ടേ അല്ലേ? അതെ, അതാണ് എന്റെ കറക്റ്റ് കേട്ടോ. 1 വർഷം കഴിഞ്ഞിട്ട്. ചിലര് 4ന്റെ 5ന്റെ അന്നേരം തന്നെ അങ്ങനെ ചെയ്യരുത്. കാര്യം ആത്മാവിന്റെ അവരുടെ ഒരു വയസ്സ് ഈ 1 വർഷമാണ്, അല്ല 1 ദിവസം 1 വർഷമാണ്. അപ്പൊ നമ്മുടെ കണക്കും പ്രകാരം, അവരുടെ കണക്കും പ്രകാരം 1 ദിവസമെങ്കിലും വീട്ടിൽ വെക്കണം, എന്നിട്ടേ കൊണ്ടുപോകാവൂ. അപ്പം തീർച്ചയായിട്ടും ആ ആത്മാവിൻ്റെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് നല്ല ഒരു ദേഹമായിരുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത്, ഭംഗിവാക്ക് പറയുന്നതല്ല, പഠിച്ചിട്ട് പറയുന്നതാണ്. ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത മഹത്തായ ഒരു ആത്മാവായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ആ അമ്മയുമായിട്ട് സംസാരിക്കുമ്പോൾ എന്നും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കും, ഭഗവാനെ എന്നും സ്മരിക്കും രണ്ടുപേരും. അതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടാണ് പോയതെങ്കിലും മറ്റ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാതെ പോയി. ഈ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നിരുന്നുവെങ്കിലും നോക്കൂ, ഹോസ്പിറ്റലിൽ ഇടമില്ല.
ആർക്കും പെട്ടെന്ന് പോയി നോക്കാൻ ആക്സസ് ഇല്ല. ഇവിടെയും ജയപ്രകാശ് പ്രഭുവും അമൃതമാതാജിയൊക്കെ വിഷമിക്കും. ഇതൊന്നിനും ഒരിടവും കൊടുക്കാതെ ഭഗവാൻ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് ആ ആത്മാവിനെ നല്ല രീതിയിൽ കൊണ്ടുപോയി. തീർച്ചയായിട്ടും ആ ആത്മാവിന്റെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം 3 പ്രാവശ്യം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതിന്റെ പിയറായോ? കൗണ്ട് ഡൗൺ ചെയ്യാറായോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കുട്ടികൾ പോയോ? ഹരേ കൃഷ്ണ. ദേവസ്യ സേവ തമേവ വിദ്യാദ്രവണം തമേവ സർവം മമ ദേവദേവ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. കാർത്യായനി മഹാമായേ മഹായോഗിനന്ദേശ്വരി നന്ദഗോപസുതം ഭരതമേ ഗുരുതേ നമഃ. ഹരേ കൃഷ്ണ ശരണം മമ ദാസകൃഷ്ണ തവാസ്മി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പോൾ 5 or 10 ഭാസ്കരൻ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഭാസ്കരൻ പ്രഭു നാട്ടിൽ സെറ്റിലായിരിക്കുന്ന പ്രഭുവാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു 5-6 മാസമായിട്ടുണ്ട് തോന്നുന്നു. കാസർഗോഡായിരുന്നു വർഷങ്ങളായിട്ട്. എനിക്ക് തോന്നുന്നു 10-20 വർഷമായിട്ട് ദുബായിൽ യുണീക്കൈ ഡയറിയിലായിരുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ 5 or 10 സിംബു 2 കൈയാണോ പൊക്കിയത്? ഞാൻ ഒരു കൈയാ. മാതാജി അവിടെ ഒരു 5 കാണിച്ചിട്ടുണ്ട്. അപ്പൊ 5+5 ആണോ? 5+5 ആണോ? നമ്മള് കോൺഗ്രസ്സുകാരല്ല. അല്ല, ഭൂരിപക്ഷം നോക്കാം. ഭൂരിപക്ഷം 5. ഓക്കെ. അപ്പൊ മനസ്സിലായില്ല ആർക്കാ വിശക്കുന്നുള്ളത്. 5, 4. ഓക്കെ. അല്ല, വിശപ്പൊന്നുമില്ല. വിശപ്പിന്റെ കാര്യം കഴിഞ്ഞു. 5, 4 ഉണ്ട്. വിപിൻ പ്രഭു ഏത് 50 ആയാലും കുഴപ്പമില്ല.